ഹായ് ഫ്രണ്ട്സ് ഇഷ്ടമായിട്ടിപ്പാ ഹീറോ അകത്ത് പോയി ഓർക്കായിരുന്നു ഇപ്പോൾ ബേബി ഉണ്ട് വീനൊക്കെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് ഹീറോ സാഡായിട്ടിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് പൂജ നോക്കി മുറക്കായിരുന്നു. സോറി മച്ചി എന്തിനടി മുറയ്ക്കണേ. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു മച്ചി ഇങ്ങനെ ടെൻഷൻ ആക്കിയിട്ട് ഒരു കാര്യമില്ല, നിനക്ക് ബേബി ഉണ്ട്, നീ വീണ്ടും കുറച്ച് സംസാരിക്കാം. മച്ചി വീക്ക് അറിയില്ലല്ലോ നടന്ന കാര്യം പറഞ്ഞു. ഓ അതും ശരിയാണ്. ഒന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് ബേബിനോട് കൊഞ്ച തുടങ്ങിയാണ്. നീ ക്യൂട്ടിൻ്റെ ഡാഡി മാതിരി ഉണ്ട് എന്ന് പറയായിരുന്നു. ഹീറോ മുറിക്കായിരുന്നു. ഇല്ലടി മച്ചി ഞാൻ പറയാതെ അറിയണ്ട എന്ന് പറഞ്ഞ ഹീറോയി മിറട്ടിയായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ജോലി വന്നായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ നോക്കുമായിരുന്നു. അതെ അവിടുത്തെ എംഡിനെ. അങ്ങനെ ഹീറോയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ബിസി ആയിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഒരു കോൾ വന്നു. ഹലോ, ആ അതെ അതാണ് ഹോസ്പിറ്റലാണ്. ആരാ നിങ്ങൾ? ആ ഇത് ഐഡലാ? ആരൊക്കെ? ഹീറോയ്ക്ക് ഫോണ് ഷോക്കായിരുന്നു. എന്താ ഇത്? ശരി ഓക്കെ. ഹീറോയുടെ വീട് ചേഞ്ച് ആയിരുന്നു. എന്ത് വെച്ച് നടന്ന്? ഐഡൽസ് വരാൻ പോകുന്നത്. അതൊക്കെ ഇപ്പം എന്താ? ഇല്ലടി ചെക്ക് ചെയ്യാൻ പോലെ. ഒരാൾക്ക് ഇത് 2 പേർക്ക് അടിയായടി, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ പോവാം. എന്താ അടി പറ്റിയതാ? അതടി ആർക്ക് നടന്നത്? ഷുഗർക്കും വീക്ക്. എന്താ ഷുഗർക്ക് വീക്കാ? ഷുഗറിൻ്റെ പേര് കേട്ട് ഹീറോയുടെ ഫ്രണ്ട് വീട് ചേഞ്ച് ആയിരുന്നു. നീ എന്താടി ഇങ്ങനെ വീട് ചേഞ്ചാ? ഒന്നുമില്ലടി എന്ന് പറഞ്ഞ് ഫ്രണ്ടിന് വീട് ചേഞ്ച് ആയിരുന്നു. ഫ്രണ്ട് എന്തോ ഒന്ന് നടന്നില്ലല്ലോ എന്ന് ഹീറോയുടെ ഫ്രണ്ടിനെ ശ്രദ്ധിക്കായിരുന്നു. ഫ്രണ്ടിനെ പിടിച്ച് ഫ്രണ്ടിക്ക് ഒരു ഐഡിയ. അങ്ങനെ ഫ്രണ്ട് അതെ വൈന് കുടിച്ച ഡ്രിങ്ക് കൊടുത്ത എല്ലാം ഓളർ ഇതില്ല എനിക്കറിയും. അങ്ങനെ ഒരു ഡ്രിങ്ക് എടുത്ത് കൊടുത്തായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഡ്രിങ്ക്സ് എന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ അറിയാതെ ഫ്രണ്ട് കുടിച്ചായിരുന്നു. അത് ജ്യൂസ് എന്ന് 2 പേർ കുടിച്ചു. അപ്പോൾ ഹീറോയ്ക്ക് ഡ്രിങ്ക്സ് ചെയ്താൽ ഇവിടെ ഓളർ എന്ന് അറിയൂ. ഫസ്റ്റ് ഹീറോയുടെ ഫ്രണ്ടാണ് ജ്യൂസ് എന്ന് ഡ്രിങ്ക് കുടിച്ചാൽ ഹീറോ ഇത് ജ്യൂസ് തന്നെ കുടിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം വന്നു. ഹീറോ അതേമാതിരി ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു. അതേമാതിരി ഒരിക്കൽ ഡ്രിങ്ക്സ് ചെയ്തു. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി. ഫസ്റ്റ് ഹീറോ ഒരിക്കൽ ഡ്രിങ്ക്സ് ചെയ്ത് ഹീറോയുടെ ഫ്രണ്ട് ഡ്രിങ്ക്സ് അത് ഹീറോയ്ക്ക് കേൾക്കായിരുന്നു. എന്താ പറ്റി? ഷുഗറിൻ്റെ പേര് കേട്ടോ നീ എന്താ ചെയ്യുക? അടിപ്പാവി ഷുഗയാണോ? എടി ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ നേരത്ത് പോയതടി, അവൻ എന്ത് ചെയ്തതെന്നൊക്കെ അറിയോ എന്ന് ഹീറോയുടെ ഫ്രണ്ട് കരയായിരുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. അതേ മച്ച് ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് നോക്കാം. അതെ ഹീറോയിൻ്റെ ഫ്രണ്ട് വെളിയിൽ വന്നപ്പോൾ ഒരു ക്യൂട്ടായിട്ട് ഒരു ബോയ് ഉണ്ടായിരുന്നു. മാസ്ക് ഇട്ടായിരുന്നു. ഇവന് കാണാൻ ഹാൻസമായിട്ടുണ്ടല്ലോ, പ്രൊപ്പോസ് ചെയ്യാന്ന് അവൻ പോയി. ഹായ് ബോയ്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? നോ ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയാറ്. അത് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നമ്മൾ ഡേറ്റ് ചെയ്യാം, ഡേറ്റിങ്ങാ എന്ന് പറഞ്ഞ് അവളെ നോക്കി മുറത്തിട്ട് പോയത്. എന്നെ പയക്കുമ്പോൾ ടെൻഷനാണ്. ശക പറഞ്ഞ് ശരിയില്ല നിനക്ക് വേറെ പണിയില്ല. ഷുഗർ മറട്ടിയായിരുന്നു. നേട്ടൊക്കെ നടന്ന കാര്യം പറയാം. ഇതാണ് എൻ്റെ ലവ് സ്റ്റോറി എന്നെ ഹീറോ വഴക്ക് വരാണ്. മച്ചി അത് മാത്രമല്ല അവൻ ഷുഗർ എനിക്കും അറിയില്ലായിരുന്നു എടി. ഇത് കേട്ട് ഫ്രണ്ട് പറയുന്നത് കേട്ട് ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. പിന്നെ എങ്ങനെയടി നീ ഷുഗറിന് കണ്ടുപിടിച്ചാ? ഇല്ലടി ഞാൻ വെളിയിൽ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ചെന്ന് പോവായിരുന്നു, നടന്നുകൊണ്ട് വന്നായിരുന്നു. പിന്നെ അതിൽ കുറച്ച് അവയിൽ ഒരു കാർഡ് മതി ആ പ്ലേസിൽ നടന്നുകൊണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ നടന്നുകൊണ്ട് വന്നു. ഷുഗർ പിന്നെ കുറച്ച് ഗേൾസ് വായിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ നടന്നുകൊണ്ട് വരായിരുന്നു. ഞാൻ സംസാരിക്കാൻ ട്രൈ ചെയ്തിരുന്നു. പിടിച്ചേച്ചി എന്ന് പറ്റിയെന്ന് എന്നെ അടുത്ത് ഒരു ഓടി പോയിരുന്നു. അപ്പോഴാണ് എനിക്ക് കാട്ടിലായിരുന്നു. ഞാൻ വെച്ചിട്ടുണ്ട് ഞാനോട് പറയായിരുന്നു പ്രപ്പോസ്. നീ പറയുന്ന ഇല്ല ഞാൻ വെച്ചുണ്ടാക്കണം എന്ന് പറയായിരുന്നു. അപ്പോൾ അവൻ പിടിച്ച് കിസ് അടിച്ചിടി എന്ന് ഹീറോയായിരുന്നു ഫ്രണ്ട് പറയായിരുന്നു. ഇത് കേട്ട് കേൾക്കായിരുന്നു. അപ്പോൾ ഞാൻ ടെൻഷനാണ് മാസ്ക് ഊറിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഷുഗർ എന്ന് പറയുന്നത്. ഷാക്കായിരുന്നു ഹീറോയ്ക്ക്. ഇത്ര നടന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെന്തടി ഞാൻ ചെയ്യുക? അത് മൂലം ഷോക്ക്. അവിടേക്ക് എൻഗേജ്മെൻ്റ് കാര്യം എനിക്ക് അറിഞ്ഞൂടി എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട് കാര്യമായിരുന്നു. സമാധാനമാക്കായിരുന്നു. അതേടി എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ സമാധാനമാക്കിയായിരുന്നു. അതുമാത്രമല്ല ഒരു കാണുന്ന കാതിൽ കുറച്ച് കുസു എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഷാക്കായിരുന്നു. എന്താ? അതെ മച്ചി അതുകൊണ്ട് നീ ഇത്ര നാൾ വന്നിട്ടില്ല. അതെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഹീറോയിൻ്റെ ഡ്രോപ്പ് ചെയ്ത് അത് പോയോ ഇപ്പോൾ വന്നതാ. അതുമാത്രമല്ല ഒരു ക്യൂട്ടായിട്ട് ഒരു ബേബി വന്നിരുന്നത്. അതെ ഹീറോ ഷാക്കായിരുന്നു. അപ്പോൾ നീന് എനിക്ക് ഓൾറെഡി ഹീറോയിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അവൾക്കൊരു ബോയ് വേണം. ഇത് കാണാൻ ഷാക്കായിരുന്നു. എന്തടി ഇത് നടക്കുന്ന ഇവിടെയാണ്? അതേ മച്ചി അതുകൊണ്ടാണ് ഞാൻ മുങ്ങിയത് എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. ഓഹോ അതെ അങ്ങനെ 2 പേർക്ക് 2 മലക്കൊലകാട് എന്താ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് മോശമില്ല, അത് അറിയാതെ ചെയ്ത് ഷുഗർ മേലെ ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഭയങ്കര കാണ്ട്.
വാ എപ്പം നീ എന്നെ കണ്ണ് കാണും പോടാ നീ എന്ന് പറഞ്ഞു ഷുഗർമാല ഹീറോയുടെ ഫ്രണ്ടിക്ക് ഭയങ്കര കാണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഫോൺ ഷുഗറിൻ്റെ പേരിട്ട് ഹീറോയുടെ ഫ്രണ്ട് ടെൻഷനായിരുന്നു. അവൻ വരില്ല, ഞാൻ നോക്കില്ലടി, പ്ലീസ് നീ നോക്കടി, കണ്ട ചേർന്നായിരുന്നു. ആ രണ്ടുപേരും വന്നായിരുന്നു. വി വന്നായിരുന്നു. ഫസ്റ്റ് വി വന്നകത്ത് ഹീറോയിൻ ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കായിരുന്നു. വി വന്നായിരുന്നു, ഇരുന്നായിരുന്നു. ഹീറോയിൻ കൈ പിടിച്ചായിരുന്നു. വി ഹീറോയിനെ കണ്ണെടുത്ത് നോക്കുക തുടങ്ങി. വിക്ക് എന്താ ഫീലിംഗ് വരുന്നതെന്ന് അറിയില്ല. ഹീറോയിനെ കാണുമ്പോൾ ഒരു മാസ് ഫീലിങ്സ് വരായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ കൈക്ക് ഇഞ്ചക്ഷൻ കുത്തി എന്നൊക്കെയായിരുന്നു. വി നോക്കുമായിരുന്നു. സാർ പ്രശ്നമില്ല, ഇത് വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഇഞ്ചക്ഷൻ വെച്ചായിരുന്നു. അങ്ങനെ ഫീവറായിരുന്നു. ഈ മുറിവ് കുറച്ച് കോണാവും, അതുമ്പോൾ തന്നെ എനിക്ക് മെഡിസിൻ അതെല്ലാം വെച്ചായിരുന്നു. അങ്ങനെ കുറച്ചടിയായിരുന്നു. കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി സാർ എന്ന് പറഞ്ഞ് ഹീറോ എടുന്നു. വി കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. ഹീറോയിനെ നോക്കുമായിരുന്നു. വി ഒരു ലുക്ക്ഡായിരുന്നു ഹീറോയിനെ. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. ഈ നോക്കിക്കൂടെ വരുന്നായിരുന്നു. ഷുഗറിൻ്റെ റൂമിൽ വന്നു. ഷുഗർ കണ്ണ് കൈ വെച്ചായിരുന്നു. അങ്ങനെ കൈ പിടിച്ചായിരുന്നു. ഷുഗർ കണ്ണ് തുറന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടിനെ നോക്കിയ ഷോക്കായിരുന്നു. ഷുഗറിനെ നോക്കി മുറിച്ച് കൈ പിടിച്ച് ഷുഗർ സംസാരിക്കാൻ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഷുഗർക്ക് ഇഞ്ചക്ഷൻ വെച്ച് മുറിച്ചിട്ട് ഷുഗറിനെ നോക്കി പറഞ്ഞു. ഷുഗർക്ക് ഷോക്കായിരുന്നു. ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? ഷുഗർ ഷോക്കായിട്ട് നോക്കുമായിരുന്നു. ഷുഗറിനെ കണ്ട് മുറിച്ചിട്ട് അവിടെ നിന്ന് പോയായിരുന്നു. ഷുഗർക്ക് കൺഫ്യൂസായി എന്താ ഇവിടെ നടക്കുന്നത്. അങ്ങനെയായിട്ട് അങ്ങനെ ഷുഗർ കുറച്ച് ഡേയ്സ് പോകുന്നുണ്ട്. ഷുഗർ ട്രൈ ചെയ്തോണ്ട് ഷുഗറിനെ കണ്ണ് കാതെ പോകായിരുന്നു. ഷുഗർക്ക് കൺഫ്യൂസായി എന്താ ഇത്. ആ ഷുഗർ വെളിയിൽ വരുന്നു. അങ്ങനെ എല്ലാം ഇങ്ങനെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഷുഗർക്ക് ഷോക്കായിരുന്നു. അതിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിൽ വളിയാൻ തുടങ്ങിയാണ്. കൈ പിടിച്ചായിരുന്നു. ഷുഗർ തലക്ക് ടെൻഷനെ വരുത്തിയായിരുന്നു. ഷുഗർ നോക്കുമ്പോൾ ഇങ്ങനെയായിട്ട് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. അത് ഇങ്ങനെ നോക്കായിരുന്നു. അതുകൊണ്ട് ഷുഗർ ടെൻഷൻ ഇത് വെച്ച് ശരിയാണ്. ഷുഗർ കോൾഡായിട്ട് നടന്നുകൊണ്ട് വന്ന് അങ്ങനെ പൂ എടുക്കുന്ന മാതിരി ചെയ്യായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട്. അപ്പോൾ വന്ന് ഷുഗർ വന്നിരുന്നു. എന്ത് ഷുഗർ മോക്ക് ഹീറോയിൻ്റെ ഫ്രണ്ടിന് പിടിച്ചായിരുന്നു. ഇസ് മൈ വൈഫ് എന്ന് പറഞ്ഞു. ആ ഡോക്ടർ കൺഫ്യൂസായി. വൈഫാന്ന് പറഞ്ഞത്. സോറി സാർ, ഇതെൻ്റെ വൈഫാന്ന് പറഞ്ഞു. ഷുഗർ അവിടെ നിന്ന് എടുത്തോണ്ട് എന്നെ വിടടാ എന്ന് പറയായിരുന്നു. എന്ന് പറഞ്ഞ് എടുത്തൊരു കാറിലിട്ടിട്ട് ഷുഗർ അവിടെ നിന്ന് പോയായിരുന്നു. എടാ എന്തിനടാ ഞാൻ ചെയ്യുന്നത്? ഷുഗർ മുറക്കായിരുന്നു. എവിടെ ഇത്ര നാൾ നടത്തിയിടാ എവിടെ ഉണ്ടായി പോടാ നീ പറഞ്ഞു. ഷുഗർ നിനക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നല്ലോ പോടാ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ടിനെ വീട്ടിൽ വന്ന് ഡ്രോപ്പ് ചെയ്തത്. വെളിയിൽ